ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗോവിന്ദ ആ ലെറ്റർ കാണുകയാണ്. ഐ ലവ് യു കണ്ണേട്ട എന്നുള്ള ആ ലെറ്റർ. അത് കണ്ടതും സന്തോഷം കൊണ്ട് ഗോവിന്ദ് അവിടെ നിന്ന് തുള്ളിച്ചാടി. അതിനുശേഷം ആ ലെറ്റർ വായിച്ചുകൊണ്ടേ അവിടെ നിന്ന് കറങ്ങി. എന്നിട്ട് ആ കട്ടിലേക്ക് കിടന്നു ലെറ്ററിനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ലെറ്ററിൽ ഒരുപാട് ഉമ്മ കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം അലമാരയിൽ നിന്നും ആ പാവയെടുത്തു. എന്നിട്ട് ആ പാവയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പാവയോട് പറയുക, നീ അല്ലാതെ വേറെ ആരാടി എനിക്കുള്ളത് എന്നും പറഞ്ഞുകൊണ്ട്. ഈ സമയം ഗീതുവും ആ വാർത്ത കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക. 100 വട്ടമല്ല, 1000 വട്ടമല്ല, 10,000 വട്ടം സമ്മതം, എൻ്റെ കണ്ണേട്ടൻ്റെ ഭാര്യയായിട്ടിരിക്കാൻ 900 വട്ടം സമ്മതം എന്നും പറഞ്ഞ് ഗീതുവും ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ കാറിലിരിക്കുകയാണ്. ഈ സമയം ഗോവിന്ദ് ആ പാവേനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുത്തിട്ട്, നീ എൻ്റെ പൊന്ന, എൻ്റെ എല്ലാമ്മ, ഈ ഒരു വാക്കിന് വേണ്ടിയല്ലേ ഞാൻ കാത്തിരുന്നത്. ഈ ഒരു വാക്ക് നീ എന്നോട് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അന്നേ നിന്നെ ഞാൻ ചേർത്ത് പിടിച്ച് ഇതുപോലെ ആർക്കും വിട്ടുകൊടുക്കാതെ മുറുക്കെ പിടിച്ചാനായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് കട്ടിലേ കിടന്ന് പാവയെ കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുക. അതിനുശേഷം ഗോവിന്ദ് അവിടെ നിന്നിട്ട് ആലോചിക്കുകയാണ്, എന്തായാലും എൻ്റെ ജീവിതം മാറി, ഞാൻ ആഗ്രഹിച്ച കാര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. എൻ്റെ ഗീതുവിനോട് എല്ലാം പറയണം, എനിക്കെല്ലാം തുറന്ന് പറയണം, കെട്ടിപ്പിടിച്ച് അവൾക്കൊരു ഉമ്മ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് നേരെ കുളിക്കാനായിട്ട് ബാത്റൂമിൽ കയറുക. അതിനുശേഷം ഷവർ തുറന്നു വെച്ച് ഗീതു എഴുതി വെച്ച് ആ പേപ്പറിൽ ഇങ്ങനെ തടയിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിന്ന് ഓടി കാറും എടുത്തുകൊണ്ട് പോവുക. ഈ സമയം ഗോവിന്ദൻ്റെ ഭാര്യയായിരിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഗീതുവും കാറിൽ നിന്നിറങ്ങി. എന്നിട്ട് കുറേ നേരം റോട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കുക. ഒറ്റയ്ക്ക് ആരും കാണാതെ ഡാൻസ് കളിക്കുകയാണെന്ന് കരുതി ഗീതു ഇരുന്ന് കളിച്ചുകൊണ്ടേ ഇരിക്കുക. ഗീതുവിൻ്റെ ഡാൻസ് കണ്ട് റോട്ടിൽ കൂടെ പോകുന്നവരും വരുന്നവരും ഒക്കെ ഗീതുവിനെ തന്നെ നോക്കുക. ഈശ്വര, ഇതേതാ മുതലെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുക. അപ്പോഴേക്കും ഒരു അപ്പൂപ്പൻ അങ്ങോട്ട് വരിക. ആ അപ്പൂപ്പൻ വന്നതുപോലും അറിയാതെ ഗീതു ഭയങ്കര ഡാൻസാണ്. അപ്പോൾ മോളെ ആ എന്താ? അപ്പോഴാ ഗീതു അവിടെയൊക്കെ കണ്ടത്. ഈശ്വര, ഇത് റോഡായിരുന്നല്ലോ, ഞാനും പരിസരം മറന്നുപോയി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു, എന്താ? അതെ, മോളെ അന്വേഷിച്ച് ഇവിടെ കുറേ ആൾക്കാർ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ആരാ അത്? ആദ്യം മോളെ കണ്ടപ്പോൾ സംശയം തോന്നിയിരുന്നു, ഇപ്പോൾ ഉറപ്പിച്ചു. കാലത്ത് തന്നെ ഭ്രാന്താശുപത്രിയിൽ നിന്ന് ചാടിപ്പോന്ന കുട്ടിയല്ലേ മോള്? എത്രയും പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ചു പോകണുണ്ടോ? അയ്യേ, എനിക്ക് ഭ്രാന്തൊന്നുമില്ല എന്നും പറഞ്ഞ് ഗീതു പതുക്കെ കാറി കയറി അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുക. ഗീതു പോയി കഴിഞ്ഞ മുത്തശ്ശൻ, പാവം കുട്ടി, എന്നാലും ആ കുട്ടിക്ക് വയ്യാതായല്ലോ, എന്തൊരു ഐശ്വര്യ മുഖത്തിന് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആ മുത്തശ്ശൻ അങ്ങ് പോവുക. ഈ സമയം ഗീതു കാറും എടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഗോവിന്ദനും അങ്ങോട്ട് വരിക. അപ്പോൾ രണ്ടുപേരുടെ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായി പോവുകയാണ്. അത് കണ്ടപ്പോൾ ഗീതു, അത് കണ്ണേട്ടൻ്റെ കാറല്ലേ എന്നും പറഞ്ഞുകൊണ്ട് കാറ് നിർത്തി. അപ്പോൾ ഗോവിന്ദ്, അത് ഗീതുവിൻ്റെ കാറല്ലേ എന്നും പറഞ്ഞ് ഗോവിന്ദും കാറ് നിർത്തിയതിന് ശേഷം രണ്ടുപേരും കാറിൽ നിന്ന് ഇറങ്ങി ഭയങ്കര സന്തോഷത്തോടെ സ്ലോ മോഷനിൽ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്കും നടന്നു വന്നു. അടുത്തെത്തിയതും ഗീതു ഗോവിന്ദനോട് ചോദിച്ചു, എന്നോട് ഇത്ര ഇഷ്ടമുണ്ടായിട്ട് എന്താ കണ്ണേട്ട പറയാതിരുന്നതെന്നും. അപ്പോൾ ഗോവിന്ദ്, നിനക്കാദ്യം പറയാമായിരുന്നല്ലോ, നിൻ്റെ മനസ്സിലും എന്നോടുള്ള ഇഷ്ടം ഒരുപാടായിരുന്നില്ലേ, എന്നിട്ട് നീ എന്താ പറയാതിരുന്നേ? അത് പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ കണ്ണേട്ടാ, പെണ്ണുങ്ങൾക്ക് പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ആണുങ്ങളല്ലേ അതിന് മുൻകൈ എടുക്കേണ്ടത്. അതെ, ആണുങ്ങൾക്കും അത് ബാധകമാണ്. എൻ്റെ മനസ്സിൽ ഒരുപാട് ഇഷ്ടമുണ്ട്, അതൊക്കെ നിന്നോട് ഞാൻ പലപ്പോഴായിട്ട് പറയാൻ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും നീ എൻ്റെ വാക്ക് കേൾക്കാറില്ല. വേറെ എന്തെങ്കിലും പറഞ്ഞ് നീ എന്നിൽ നിന്നും ഒഴിഞ്ഞു മാറും. എന്ത് ചെയ്യാനാ? അത് മാത്രമല്ല, ഞാൻ നിന്നെ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ സ്നേഹിച്ചു തുടങ്ങിയതാ. പക്ഷെ അപ്പോഴൊക്കെ നിൻ്റെ മനസ്സിൽ കിഷോറായിരുന്നു. കിഷോറിനെ തേടി നീ ബാംഗ്ലൂർക്ക് പോയില്ലേ? അതൊക്കെ എന്തിനാ കണ്ണേട്ടാ ഇപ്പം പറയുന്നേ? അതൊന്നും ഞാൻ ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത നിമിഷങ്ങളാണ്. എന്നിട്ടും അതിനെക്കുറിച്ചൊന്നും എന്നോട് പറയേണ്ട കണ്ണേട്ടാ എന്നും നമ്മുടെ ഗീതു. അത് കേട്ടതും മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. അതേസമയം അന്ന് ഞാൻ ആകെ വിഷമിച്ചൊരു ദിവസം അത്. കണ്ണേട്ടൻ ഹോസ്പിറ്റലിൽ വെച്ച് തെരുവ് പെണ്ണിനെ കെട്ടേണ്ടി വന്നാലും എന്നെ കെട്ടില്ല എന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കി, എൻ്റെ മനസ്സിൽ ഒരുപാട് വേദന തന്നു. അത് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞത്, നീ എന്നെ കിഷോറിൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് മേടിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതുകൊണ്ട് മാത്രമാണ് ഗീതു ഞാൻ അങ്ങനെ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞത് ദേഷ്യം കൊണ്ടൊന്നുമല്ല, ജയിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കണ്ണേട്ടന് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കറിയാം. കണ്ണേട്ടൻ നല്ല ആളാണെന്നും എനിക്കറിയായിരുന്നു.
എൻ്റെ കണ്ണേട്ടൻ ഒരിക്കലും എന്നെ വിൽക്കില്ല എന്നും എനിക്കറിയായിരുന്നു. പക്ഷേ അവിടെ രാധികാമ്മയുടെ മുൻപിൽ ജയിക്കാൻ അതല്ലാതെ മറ്റൊരു മാർഗ്ഗം എനിക്കുണ്ടായിരുന്നില്ല. ആ ശരി, ഇത്രയൊക്കെ ഇഷ്ടം നിൻ്റെ മനസ്സിലുണ്ടായിരുന്നല്ലോ, പലപ്പോഴും നിനക്ക് തുറന്നു പറയായിരുന്നല്ലോ. കണ്ണേട്ടൻ്റെ ബർത്ത്ഡേയുടെ അന്ന് എല്ലാം തുറന്നു പറയാമെന്ന് കരുതിയതാ. അപ്പോഴേക്കും അല്ലേ രഞ്ജു നമ്മളുടെ ജീവിതത്തിനിടയിലേക്ക് കയറി വന്നത്. രഞ്ജു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് പറയായിരുന്നല്ലോ. അന്നേരം പറയാൻ വന്നപ്പോൾ ഞാൻ പലപ്പോൾ വരുമ്പോഴും നിങ്ങൾ മൂക്കറ്റം കുടിച്ച് എന്നെ ഒന്നും ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുമല്ലായിരുന്നോ? അത് കേട്ടതും അതെ, ഞാനും നിന്നോട് എൻ്റെ മനസ്സിലെ ഇഷ്ടം തുറന്നു പറയാൻ വേണ്ടിയാണ് മൂക്കറ്റം കുടിച്ചത്. മൂക്കറ്റം കുടിച്ചു കഴിയുമ്പോൾ അങ്ങനെ എല്ലാം പറയാൻ പറ്റുമെന്ന് വല്ല തോന്നലുണ്ടോ മനുഷ്യൻ നിങ്ങൾക്ക്? അങ്ങനെ പറയാൻ പറ്റാതെ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പല പ്രാവശ്യം ഞാൻ പറയാൻ വന്നപ്പോഴൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ല. ഒരു ക്ലൂ തന്നിട്ട് പോലും നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. ഞാനും അങ്ങനെ തന്നെയാണ്, ക്ലൂ തന്നു. അങ്ങനെ ക്ലൂ തന്നിട്ട് നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടങ്ങൾ തുറന്നു പറഞ്ഞ് ക്ലൂവും തന്നിട്ട് എന്താ കാര്യം? എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവില്ലല്ലോ എന്നൊക്കെ പറയണത് കേട്ടതും ഒരാകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഗോവിന്ദ് ഗീതുവിനോട് അതെ, അങ്ങനെയാണെങ്കിലേ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. എൻ്റെ മനസ്സിൽ ഇഷ്ടം നീ തിരിച്ചറിഞ്ഞില്ലല്ലോ. കണ്ണേട്ടൻ്റെ കാര്യം അത് തന്നെയല്ലേ? കണ്ണേട്ടൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാനും തിരിച്ചറിഞ്ഞില്ല. ശരി, കണ്ണേട്ടനും തിരിച്ചറിഞ്ഞില്ല. എന്നാൽ കണ്ണേട്ടനൊരു വാക്ക് എന്നോട് പറയായിരുന്നല്ലോ. ഐ ലവ് യു എന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ഈ ജീവിതം മുഴുവൻ എൻ്റെ കണ്ണേട്ടനായിട്ട് ഞാൻ മാറ്റി വയ്ക്കില്ലായിരുന്നോ? എന്നിട്ടും എൻ്റെ കണ്ണേട്ടൻ എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാഞ്ഞിട്ടും ഒരു ശത്രുവിനെ പോലെ എന്നെ കണ്ടിട്ടും ഞാൻ കണ്ണേട്ടൻ്റെ ശത്രുക്കളെ എൻ്റെ കണ്ണേട്ടൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് അവരോട് ഒറ്റയ്ക്ക് പൊരുതിയില്ലേ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭർത്താവായിട്ട് കാണിച്ച, എൻ്റെ അസൽ ഭർത്താവായിട്ട് കാണിക്കോടി. ഞാൻ കാണിക്കും. നീ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ കാണിച്ചിരിക്കും. ഞാൻ നിൻ്റെ ഭർത്താവായിട്ടിരിക്കും. നിന്നെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ചിരിക്കും എന്നും ഗോവിന്ദ് രണ്ടുപേരും മാറി മാറി വെല്ലുവിളിക്കുക. ഈ സമയം ഇത്രയും നാളും എഗ്രിമെൻറ്റിൻ്റെ ഭാര്യ എന്നല്ലേ പറഞ്ഞത്? ഇനിയിപ്പോൾ എഗ്രിമെൻറ്റ് ഭാര്യയല്ല, അത് ഒറിജിനൽ ഭാര്യയാക്കുക തന്നെ. അല്ലെങ്കിൽ കണ്ണേട്ടൻ തോറ്റു, എന്നെ സ്വന്തം ഭാര്യയായിട്ട് കൂടെ നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ദേഷ്യപ്പെടുത്തിരിക്കുക. അതിനുശേഷം അല്ല ഗീതു, ഇപ്പോൾ ഒരു വെല്ലുവിളി നടത്തിയില്ലേ നമ്മൾ? ആ വെല്ലുവിളി ഒരു പ്രപ്പോസലായിട്ട് നിനക്ക് തോന്നിയില്ലേ? എനിക്കങ്ങനെ തോന്നി കണ്ണേട്ടാ. എന്നാൽ എനിക്കും തോന്നി എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ ഗീതു എന്ത് ഇത് കണ്ണേട്ടാ, എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കണ്ണേട്ടാ. എനിക്കെൻ്റെ കണ്ണേട്ടനെ ഒത്തിരി ഇഷ്ടമാണ് എന്നും പറഞ്ഞുകൊണ്ട് ഗീതു കരയാതടി പെണ്ണെ, ഇനി ഞാനുണ്ടാവും എന്ന് നിൻ്റെ കൂടെ. നിൻ്റെ ഈ കൈ ഞാൻ മുറുക്കെ പിടിച്ചിട്ടുണ്ടാവും, ഒരിക്കലും പിടിവിടില്ല. പിടിവിട്ടാലേ അടിമേടിക്കും എന്നും ഗീതു. അപ്പോഴേക്കും ഗീതുവിനെ കെട്ടിപ്പിടിച്ചു. ഗോവിന്ദും ഗീതുവും കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിൽക്കുക. പക്ഷെ നടു റോഡാണെന്നുള്ള കാര്യം പരസ്പരം രണ്ടുപേരും മറന്നു. രണ്ടുപേരും പരിസരം മറന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ സമയം നാട്ടുകാർ മാത്രമല്ല, രണ്ട് പോലീസുകാരും ആ വഴിക്ക് വരിക. ബൈക്ക് അവിടെ നിർത്തിയിട്ട് പോലീസുകാർ അവരുടെ അടുത്തേക്ക് ചെന്നു. സാറേ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ ഗീതുവും ഗോവിന്ദും പിടിവിട്ടതിന് ശേഷം ചുറ്റോടിയിട്ട് നോക്കുക. ഈശ്വര, റോഡാണെന്നുള്ള കാര്യം മറന്നുപോയല്ലോ എന്നും ആലോചിച്ചുകൊണ്ട്, എന്താ സാറേ ഇത്, നിങ്ങളൊക്കെ പക്വത ഉള്ളവരല്ലേ? മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകേണ്ട നിങ്ങൾ ഇങ്ങനെ നട റോട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്താൽ എങ്ങനെ സാറേ നാട് നന്നാവുന്നേ? ഒരു കാര്യം ചെയ്, കുറച്ചുകൂടെ അങ്ങോട്ട് പോയാൽ ഒരു റൂം കിട്ടും. 1 മണിക്കൂറിൽ 2000 രൂപ കൊടുത്താൽ മതി. പോയി റൂം എടുത്തോ. അയ്യേ, ഞങ്ങൾ ഭാര്യയും ഭർത്താവുക. അതൊക്കെ അങ്ങനെ പറയുന്നേ. ഇതുപോലെ ഞങ്ങൾ കാണാറുള്ള പലരും പലവന്മാരുടെയും ഭാര്യയൊക്കെ ആയിരിക്കും. അയ്യോ സാറേ, ഇതങ്ങനെയല്ല. ഇതെൻ്റെ സ്വന്തം ഭർത്താവാ. എൻ്റെ കണ്ണേട്ടൻ കെട്ടിയ താലി എന്നും പറയുക. കഷ്ടം. എന്നാലും ഇങ്ങനെ നുണ പറയുന്നത് എന്തിനാ? അയ്യോ സാറേ, നുണയല്ല, ഞങ്ങൾ അസല് ഭാര്യ ഭർത്താക്കന്മാർ തന്നെയാ. എന്നാ പിന്നെ എന്തിനാ സാറേ ഈ ബുദ്ധിമുട്ട്? റൂം എടുത്ത് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വീട്ടിലേക്ക് വിട്ടോ. വെറുതെ ഇവിടെ നിന്നും ബാക്കിയുള്ളവനെ കൂടെ മെനക്കെടുത്താൻ ഓരോന്നിങ്ങ് കുറ്റിയും പറിച്ചിങ്ങ് വന്നോളും എന്നും പറഞ്ഞ് പോലീസുകാരങ്ങ് പോവുക. പോലീസുകാർ പോയി കഴിഞ്ഞു. ആകെ നാണക്കേടായില്ല കണ്ണേട്ടാ? അതെ, പിന്നല്ലാതെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പോലീസുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതും ഗോവിന്ദും എന്നാ വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് കാറിൽ കയറി അങ്ങ് പോവുക. അവർ കാറിൽ കയറി പോയി കഴിഞ്ഞതും നാട്ടുകാരും പോലീസുകാരൊക്കെ ചിരിക്കുക. അപ്പോൾ ഗീതു കാറിനകത്ത് കൈ വെച്ചിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഗീതുവിൻ്റെ കയ്യിലേക്ക് പതുക്കെ ഗോവിന്ദ് ഇങ്ങനെ കടന്നു പിടിച്ചു. അതിനുശേഷം ഗോവിന്ദ് സന്തോഷത്തോടെ ഗീതുവിൻ്റെ കയ്യിലൊന്ന് തടകി. അത് മനസ്സിലാക്കിയ ഗീതു കൈ പതുക്കെ തട്ടി മാറ്റി.
അപ്പോൾ ഗോവിന്ദ് ഞാൻ തൊട്ടത് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. അവസാനം വീണ്ടും ഗോവിന്ദ് കൈ മാറ്റിയതും ഗീതു വീണ്ടും കൈ അവിടെ വയ്ക്കുക. ഗോവിന്ദ് തൊട്ടോട്ടെ എന്നും പറഞ്ഞ് അപ്പോൾ ഗോവിന്ദ് വീണ്ടും തൊട്ടു. ഗീതു വീണ്ടും കൈ തട്ടി മാറ്റി. ആഹാ, അപ്പം നീ മനഃപൂർവ്വം ചെയ്യാണല്ലേ? അതെല്ലോ, എൻ്റെ കെട്ടിയവനോടല്ലാതെ ഞാൻ പിന്നെ ആരോട് ഇതൊക്കെ ചെയ്യാനാ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു വീണ്ടും കൈ വെച്ചു. അപ്പോൾ ഗോവിന്ദ് മുറുക്കെ പിടിക്കാൻ വരുമ്പോഴേക്കും ഗീതു കൈ പൊക്കി മാറ്റുക. അപ്പോഴേക്കും കൈ അവിടെ ഇടിച്ച് ഗോവിന്ദൻ്റെ കൈക്ക് ഭയങ്കര വേദന. അയ്യോ എൻ്റെ അമ്മോ, എന്തൊരു വേദന! അങ്ങനെ കള്ളൊന്നും പറയണ്ട. കള്ള ഇത്രയൊക്കെ ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിട്ടും എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അതാണ് എൻ്റെ സങ്കടം. അതിന് നീ പറയാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? എത്ര പ്രാവശ്യം ഞാൻ നിൻ്റെ അടുത്തേക്ക് വന്നതാ പറയാനായിട്ട്. നീ പറയാൻ സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? വല്ലാത്ത സങ്കടമായി. അതുകൊണ്ടാണ് ഞാനും പറയാതിരുന്നത്. ഇനിയിപ്പോൾ പറയട്ടെ എന്ന് വിചാരിച്ചു നിന്നു. അവസാനം പിടിവിട്ട് പോയപ്പോഴാണ് റെക്കോർഡ് ചെയ്ത് പെൻഡ്രൈവിലാക്കിയത്. എന്നാലും നീ മിടിക്കുകയാണല്ലോ. വാഷ്റൂം, ബാത്റൂം, ടേബിള്, കട്ടിലിൻ്റെ ബെഡിൻ്റെ അടിയിൽ, അലമാരുടെ ഉള്ളിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെയും ഒരുപാട് വട്ടം കളിപ്പിച്ചു. ഇത്രയൊക്കെ ഒരു പേപ്പറിൽ എഴുതി ബുദ്ധിമുട്ടുന്നതിനേക്കാൾ നല്ലത് ഒരു വാക്ക് എൻ്റെ മുഖത്ത് നോക്കി പറയായിരുന്നല്ലോ. പക്ഷേ ആ പേപ്പറിലൊക്കെ അത് വായിച്ചപ്പോഴുള്ളൊരു സുഖം മുഖത്ത് നോക്കി പറയുമ്പോൾ കിട്ടുമോ കണ്ണേട്ട? അതുപോലെ പെൻഡ്രൈവിൽ ഞാൻ കേട്ട കാര്യങ്ങൾ കണ്ണേട്ടൻ ഒറ്റ വാക്കിൽ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ കേട്ടാൻ ഒരു രസവും ഉണ്ടാവില്ല. എന്നാൽ കണ്ണേട്ടൻ പറഞ്ഞതൊക്കെ ഞാൻ ആസ്വദിച്ച് കേട്ടു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി. എൻ്റെ കണ്ണേട്ടൻ എന്നോട് ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ കണ്ണേട്ട, ഈ ജീവിതത്തിൽ എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് വിളിച്ചു പറയണം എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ ഗോവിന്ദ് എന്തായാലും എനിക്ക് സന്തോഷമായി. നിന്നെ എനിക്ക് കിട്ടിയല്ലോ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗീതു. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നീ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിലോ, ശരിക്കും നീ എൻ്റെ ഭാര്യ ആയിരുന്നെങ്കിലോ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷേ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ കയറി വന്നത് കിഷോറിനെ കുറിച്ചുള്ള ചിന്തകളാണ്. വേണ്ട കണ്ണേട്ടാ, ഇനി ആ തെണ്ടിയെക്കുറിച്ച് ഒരു അക്ഷരം പോലും കണ്ണേട്ട പറയരുത്. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് എന്നെ വേദനിപ്പിക്കരുത്. ഇല്ല മോളെ, നിന്നെ ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. ഈ കൈ കൊണ്ടല്ലോ ഞാൻ മുറുക്കെ പിടിക്കും, പിടിവിടില്ല, എപ്പോഴും പിടിവിടില്ല. ഞാൻ ഈ മുറുക്കെ പിടിച്ച് ഈ കൈ പിടിവിടാതെ ഞാൻ എന്നും കൂടെ ഉണ്ടാവും. അങ്ങനെ പിടിവിട്ടാലുണ്ടല്ലോ അടി കിട്ടും, അതറിയാലോ. ഈ ഗീതുവിനെ കുറിച്ച് നന്നായിട്ടറിയാം. എൻ്റെ പൊന്നു മോളെ, ഒരിക്കലും ഞാൻ കൈവിടില്ല. എൻ്റെ എല്ലാമാ നീ, എല്ലാം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരിക. അപ്പോഴേക്കും ഗീതു ഇത്രയൊക്കെ ഇഷ്ടം മനസ്സിലുണ്ടായിട്ടാണോ എന്നോട് പറയാതെ എങ്ങനെയൊക്കെ നടന്നത്? ഇത്ര ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും മനസ്സിലുണ്ടായിട്ടും ഒരു അക്ഷരം പോലും പറയാതെ കൂടെ നിൽക്കുമ്പോഴും എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? അത് കേട്ടതും അത് ഇറക്കി വിട്ടതല്ലല്ലോ, നീ അല്ലേ ഇറങ്ങിപ്പോയത്. ഞാൻ അങ്ങനെ ഇറക്കി വിട്ടിട്ടേ ഇല്ല. രാധികാമ്മയുടെ വാക്കുകൾ കേട്ട് വെല്ലുവിളികളും കേട്ട് നീയാണ് ഇറങ്ങിപ്പോയത്. എന്നാ ഇനി എന്നോട് ഇറങ്ങിപ്പോകാൻ പറയോ? ഒരിക്കലും ഇല്ല. ഇനി നിന്നോട് ഇറങ്ങിപ്പോകാൻ പറയില്ല. എല്ലാ അർത്ഥത്തിലും നീയാണിപ്പോൾ അറയ്ക്കൽ തറവാടിൻ്റെ അവകാശി. അവിടെ നീയാണെല്ലാം എന്നും പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനെ ആ ധൈര്യവും വിശ്വാസവും ആ ഒരു വലിയ ഭാഗ്യമൊക്കെ കൊടുക്കുകയാണ്. അത് കേട്ടത് ഗീതുവിന് ഒരുപാട് സന്തോഷമായി. സന്തോഷം കൊണ്ട് ഗീതു ഗോവിന്ദനെ കുറേ ഇടിച്ചു, പിച്ചി, മാന്തി, പറിച്ചു. അപ്പോൾ ഗോവിന്ദ് എന്തൊരു വേദന! അയ്യോ, ശരിക്കും വേദന എടുത്തോ? പിന്നെ അല്ലാതെ ശരിക്കും വേദന എടുത്തു എന്നും ഗോവിന്ദ് അത് കേട്ടതും സോറി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ തോളിൽ ഷോൾഡറിൽ ഒരു ഉമ്മ കൊടുക്കുക. ഉമ്മ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഗോവിന്ദ് ഇപ്പം നല്ല സുഖമുണ്ട് കേട്ടോ, വേദനയൊക്കെ പോയി. അയ്യേടാ, അപ്പം എൻ്റെ ഉമ്മ കിട്ടാൻ വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തല്ലേ? അതെ ആണ്. അപ്പോൾ ഗോവിന്ദ് കുറച്ച് ദൂരം കാർ ഓടിച്ചിട്ട് പോയതിന് ശേഷം കൈ എടുത്ത് ഗീതുവിൻ്റെ കൈ പിടിച്ച് ഗോവിന്ദൻ്റെ കാരണത്തിട്ട് ഗോവിന്ദ് തന്നെ അടിക്കുക. എന്തൊരു വേദന! ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലേ ഇവിടെ കൂടെ ഒരു മരുന്നതാ. അത് കേട്ടതും ഗീതു അയ്യടാ പോകണ്ണേട്ടാ, ഒരു മരുന്ന് താ, പറ്റില്ലെന്ന് പറഞ്ഞില്ലേ, പോകണ്ണേട്ടാ. താ പെണ്ണേ, എൻ്റെ ഭാര്യയല്ലേ, എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യയല്ലേ എന്ന് ഗോവിന്ദ് ചോദിക്കുക. അത് പിന്നെ എന്നാൽ വീട്ടിൽ ചെല്ലട്ടെ? അതൊന്നും പറ്റില്ല, എനിക്കിപ്പം തന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അവിടെ വണ്ടി നിർത്തി. അപ്പോൾ ഗീതു പോകണ്ണേട്ടാ, നാണം വരുന്നു. താ പെണ്ണേ, ഒരെണ്ണം പ്ലീസ്, ആരുമില്ല, പെട്ടെന്ന് താ, ആരെങ്കിലും കണ്ടാലോ? അപ്പോൾ കണ്ടതുപോലെ ആരുമില്ലെന്നേ, പെട്ടെന്ന് താ, ആരുമില്ല ഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങനെ ഒരു മരം പറയാം. അപ്പോഴേക്കും ഗീതു ചുറ്റും നോക്കി. അതെ, ആരുമില്ല, പെട്ടെന്ന് തരാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെന്നു. ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്കും. അങ്ങനെ ഗോവിന്ദിൻ്റെ കവളത്ത് ഒരു ഉമ്മ ഗീതു അങ്ങ് കൊടുത്തു. ആ ഉമ്മ കിട്ടിയതും സന്തോഷം കൊണ്ട് ഗോവിന്ദ് മതി മറക്കുകയാണ്. അതേ പ്രേക്ഷകരെ, ഇനി
ഗോവിന്ദൻ്റെ ജീവിതത്തിൽ രാധിക ഉണ്ടെങ്കിലും രാധികയ്ക്ക് ഒരു വിലയുമില്ല. ഗീതുവിനാണ് എല്ലാ അവകാശവും അധികാരവും ഗോവിന്ദ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി രാധികയ്ക്ക് തിരിച്ചടിയുടെ നാളുകളാണ്. തനിക്ക് വേണ്ടിയുള്ള കുഴി താൻ തന്നെ കുഴിച്ച ആ തിരിച്ചടിയുടെ നാളുകൾ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം. അതേ പ്രേക്ഷകർ ഒരിക്കലും മിസ് ചെയ്യരുത്. അടിപൊളി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.